ഇതാണ് ഡേവിഡ് ഗോഗിൻസ്. My name is David Goggins. The toughest man on the planet and one of the greatest endurance athletes of all time. David Goggins. Dave Goggins. David Goggins. Dave Goggins. Retired Navy SEAL David Goggins is described as the toughest man on the planet. Athlete, speaker, soldier, and New York Times best-selling author, often referred to as the hardest motherfucker on planet Earth. ഇതാണ് ഞാൻ ഇന്ന് ഡേവിഡ് ഗോഗിൻസിനെ പോലെ ഒരു ഫുൾ ദിവസം ജീവിക്കാൻ പോവുകയാണ്. 3 മാസത്തിലെ 90 ഡേയ്സിൽ 50 കിലോ ആണ് കുറച്ച്. പുള്ളി 135 കിലോയിൽ നിന്ന് 86 കിലോയിലേക്ക് എത്തി. പുള്ളിയുടെ നേവി സീൽ എന്തോ ടെസ്റ്റിന് വേണ്ടി പുള്ളി ആ 3 മാസം ഫോളോ ചെയ്ത പ്രോഗ്രാമാണ് ഞാനിന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോണേ ഒരു ദിവസത്തേക്ക്. ഓക്കെ, ഇതാണ് പുള്ളിയുടെ റൂട്ടീൻ. എന്നും രാവിലെ 3:30 എണീക്കും, ഒന്നും കഴിക്കത്തില്ല, അപ്പം തന്നെ 10 കിലോമീറ്റർ ഓടാൻ പോകും. 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് 2 മണിക്കൂർ ഒന്ന് പഠിക്കായിരിക്കും പുള്ളിയുടെ മിലിറ്ററി ടെസ്റ്റിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഫുൾ ബോഡി വർക്കൗട്ടാണ്. ഫുൾ ബോഡി വർക്കൗട്ട് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എലിപ്റ്റിക്കൽ മെഷീൻ മറ്റേ സൈക്കിൾ പോലത്തെ കൈയും കാലും ഒരുമിച്ച് ചെയ്യണ ആ മെഷീനാണ് എലിപ്റ്റിക്കൽ മെഷീൻ കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ പിന്നെയും സ്റ്റഡിയിങ്. അത് കഴിഞ്ഞിട്ട് 3 മൈൽ നീന്താൻ പോകും പുള്ളി. 3 മൈൽ എത്രയാണെന്ന് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം. ഇത്രയും കിലോമീറ്ററാണ് 3 മൈൽ. 3 മൈൽ നീന്തി കഴിഞ്ഞ് നമ്മൾ ഒട്ടും ഇന്ന് കാർഡിയോ ചെയ്യാത്ത കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെയും 5 കിലോമീറ്റർ ഓടാൻ പോകും. 5 കിലോമീറ്റർ ഓടാൻ പോയി കഴിഞ്ഞ് പുള്ളി ഡിന്നർ കഴിയും. ഇതാണ് ഇന്നത്തെ ആകെ ഒരു മീലാണ് ഈ ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും 1 മണിക്കൂർ എക്സസൈസ് ബൈക്കിൽ കാർഡിയോ ഉണ്ട്. നമ്മളിന്ന് കാർഡിയോ ഒന്നും ചെയ്തില്ലല്ലോ, അത് കാരണം ഡിന്നർ കഴിച്ച് കഴിഞ്ഞാണ് പുള്ളിക്ക് കാർഡിയോ ചെയ്യാനുള്ള സമയം. ആ കാർഡിയോയും ചെയ്ത് കഴിഞ്ഞാൽ 10 ആകുമ്പോൾ പുള്ളി കിടക്കും. ഇതാണ് പുള്ളിയുടെ ഡെയിലി റുട്ടീൻ. ഇതാണ് ഞാനിന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോണത്. രാവിലെ എണീറ്റ് കുറച്ച് വെള്ളവും കുടിച്ച് സമയം 3:48 കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. 3:48 സമയം. പുള്ളി എന്നും രാവിലെ 3:30 എണീറ്റ് ആദ്യം തന്നെ ഓടാൻ പോകും. ഒരു ഫുഡും കഴിക്കത്തില്ല, എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഓടണേ. 8 കിലോമീറ്റർ ഓടുകയും ചെയ്യണം. അതാണ് രാവിലെ 3 മണിക്ക് എണീറ്റ് ഒന്നും കഴിക്കാണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് ഓടാൻ പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയില്ല. ഇന്നലെ ഒരു 1 മണി 1:30 ആയി കിടന്നപ്പോൾ. എന്നിട്ട് രാവിലെ 3 മണിക്ക് എണീക്കുകയും ചെയ്ത്. ഞാൻ ഓർത്തതുമാണ് ഇത് ഫുള്ള് മാറ്റി വെച്ചാലോ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ, ഇന്ന് കറക്റ്റ് ഉറക്കം കിട്ടിയിട്ട് നാളത്തേക്കോ അല്ലെങ്കിൽ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ. പിന്നെ ഞാൻ ഓർത്ത് ഇപ്പോൾ ഡേവിഡ് ഗോഗിൻസ് ആയിരുന്നേ പുള്ളി എന്ത് ചെയ്തേനേന്ന്. Every fucking day I wake up and I don't want to do some fucking shit. I'm like, okay, man, do you want to be a bitch today? Do you want to feel like a little bitch? Do you want to walk around all day knowing that you could but you didn't? അത് കാരണം ഉറക്കമില്ലാണ്ട് രാവിലെ എണീറ്റ് ഓടാൻ വന്നേക്കുവാണ്. ഞാൻ ഓടാൻ പോയിട്ട് കുറേ നാളും ആയി. അത് കാരണം പയ്യെ വാമപ്പൊക്കെ ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഓടാൻ തുടങ്ങാൻ ഓർത്താൽ. നമ്മൾ 5 കിലോമീറ്റർ ആയിപ്പം. 5 കിലോമീറ്റർ ഞാൻ വിചാരിച്ചത്രയും പാടില്ല, എന്നാലും കുറച്ച് പാടാണ്. രാവിലെ ഒന്നും കഴിക്കാത്തതിന് ഒട്ടും എനർജി ഇല്ല. എനിക്ക് ഓടാൻ ഒട്ടും തോന്നില്ല, നിർത്തി വീട്ടിൽ പോകാനാണ് തോന്നണം. എന്നാലും പിന്നെ ഞാൻ ഇന്നലത്തെ നോട്ട്സ് എടുത്ത് നോക്കിയപ്പം 8 കിലോമീറ്റർ അല്ല 10 കിലോമീറ്ററാണ്. 10 കിലോമീറ്ററാണ് പുള്ളി രാവിലെ ഓടണത്. അപ്പം നമ്മൾ ഹാഫ് വേ ആയി. കഴിഞ്ഞ് 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ എന്തോ എടുത്ത് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും സ്ക്രീൻഷോട്ട് ഇടാം അതിൻ്റെ. പക്ഷേ 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് പക്ഷേ 10 കിലോമീറ്റർ ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ എടുത്ത് ഓടി തീർത്തേ. ഇപ്പോൾ പെട്ടെന്നൊന്നുമില്ല, പയ്യാണ് ഓടിയത്. എന്നാലും ദിവസത്തെ ഫസ്റ്റ് വർക്കൗട്ടേ ആയുള്ളൂ. അത് ഓർക്കുമ്പോഴാണ്. രാവിലത്തെ 10 കിലോമീറ്റർ ഓട്ടവും കഴിഞ്ഞ് ഞാനൊരു കോഫി വാങ്ങിച്ച് വീട്ടിലെത്തി. ഇന്ന് രാത്രി വരെ ഫുഡൊന്നും ഇല്ലാത്ത കാരണം കോഫിയിലായിരിക്കും ഓടണതെല്ലാം. രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് ഗോഗിൻസ് സാധാരണ ആസ്വാബ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ASVAB ആസ്വാബ് ടെസ്റ്റ്. അത് അവർ US മിലിറ്ററി സീൽസിൽ കയറാൻ വേണ്ടി എഴുതണ എന്തോ പ്രിലിമിനറി ടെസ്റ്റാണ്. എനിക്കപ്പോൾ അങ്ങനത്തെ ടെസ്റ്റിന് വേണ്ടിയൊന്നും പഠിക്കേണ്ടാത്ത കാരണം ഞാൻ ഒരു വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാൻ നോക്കാം. അടുത്ത 1 മണിക്കൂർ ഇതായിരിക്കും പരിപാടി.
എൻ്റെ എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞ് ഞാൻ ഒരു കോഫി വാങ്ങിച്ചിട്ട് ജിമ്മിലേക്ക് സെക്കൻഡ് വർക്കൗട്ടിന് പോവുക. ഫുൾ ബോഡി വർക്കൗട്ടാണ്. രാവിലെ 3:30 എണീറ്റ് കാരണം എത്ര 12:30 ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ 10 കിലോമീറ്റർ ഓടി ഒരു ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് പോസ്റ്റും ചെയ്ത്. എന്നിട്ട് ഇതേ കോഫി വാങ്ങിച്ച് അടുത്ത വർക്കൗട്ടിലേക്ക് പോവാം. ആകെ ഒരു പ്രശ്നമുള്ളൂ, ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്, നന്നായിട്ട് വിശക്കണുണ്ട്. ഈ വർക്കൗട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാം. കാരണം സാധാരണ ജിമ്മ് കഴിഞ്ഞാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിശക്കണത്. You are a guy that, for a lot of people, you sort of embody the idea of hardening your mind and figuring out a way to do things that most people think are impossible. You've sort of become that guy. How'd you become that guy? You know what? I grew up not that guy. In my mind, I was always afraid. My whole life I was afraid, but I had this fucking voice, this conscience that would always be battling me, saying, hey, you gotta get up and do something. I didn't want to do shit. From the age of 19 to the age of 22, I gained 125 pounds. I went from 175 to almost 300. 297 was my heaviest. And I started finding things that was comfortable. And the more things I found comfortable, the more uncomfortable my mind was. Because that voice I was telling you about, it always was there. I was just trying to avoid that conscience. I wanted to be the guy that people looked at. I don't care if you liked me or didn't like, I don't care. But it said, this motherfucker is going to keep coming after whatever the fuck is in front of him. I wanted that. I wanted that. I wanted that worse than anything in the world. I kept picturing me falling down and getting up. I wanted to feel something besides defeat. I wanted to just go the distance. I say what if a lot. It sounds corny and it sounds weak, but it's true. What story would it be if my fucking fat, dumb, insecure ass can overcome this shit? What if I can be a SEAL, man? How would that feel? To go from this fat, insecure motherfucker to one of the best guys on the planet Earth. This journey is gonna take something that is gonna be incomprehensible to most people. So I would sit on my couch saying, who at 297, who can't fucking swim that great, who's scared of the fucking water, would have the fucking balls? Who had the balls to fucking man up, quit a job, and to put everything and put myself in a whole different category, and that would fuel me the next day, and I just kept using that as fuel and fuel. No one would do this shit. No one would do this shit. You're the baddest motherfucker around. You're the baddest motherfucker ever lived. I just kept fueling me with the right kind of message that I needed to hear that I was never telling myself. But I started realizing this is part of the process. This is part of the journey versus just saying, like I used to, I'm just not good enough. We always say that shit. I'm just not good enough, and then we try something else. I'm gonna fucking make myself good enough. And that became my mentality. I had to invent a guy that didn't exist. I had to invent a guy that can take any pain, any suffering, any kind of judgment. I had to build this callous mind, and I built it through suffering. കഴിഞ്ഞ് ഗൈസ്, എൻ്റെ അമ്മ ഫുൾ ബോഡി വർക്കൗട്ടും 1 മണിക്കൂർ കാർഡിയോയും കഴിഞ്ഞ്. എല്ലാം ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ 3 സെറ്റ് സ്ക്വാട്ട് ചെയ്ത്, 3 സെറ്റ് ബാക്കിൻ്റെ റോ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പുള്ളപ്പ് 3 സെറ്റ് ചെയ്ത്, ഡിപ്സ് 3 സെറ്റ് ചെയ്ത്, ബൈസെപ്പ് കേളും 3 സെറ്റ് ചെയ്ത്, പ്രീച്ചർ കേള്. ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നണേ, നോക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ എലിപ്റ്റിക്കലിൽ കാർഡിയോയും ചെയ്ത്, എന്തോ 1000 കാലറി എന്തോ ബേൺ ചെയ്തിട്ടുണ്ട് ആ 1 മണിക്കൂറിൽ. എലിപ്റ്റിക്കലിലൊക്കെ അവസാനം ഇപ്പോൾ കാല് കിടന്ന് വിറയ്ക്കുമായിരുന്നു. ഇനി കുറച്ച് നേരം വീട്ടിൽ പോയിരുന്നിട്ട് പിന്നെ ഇനി 5 കിലോമീറ്റർ എന്തോ ഓടാനുണ്ടെന്ന് തോന്നുന്നു. ഒക്കെ നീന്താൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് ഞാൻ.
ഫുള്ള് മടുത്ത് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് തലകറങ്ങാൻ തുടങ്ങി. നന്നായിട്ട് വിശക്കണുണ്ട് എനിക്ക്. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇന്ന്. രാവിലെ കോഫി കുറേ കുടിച്ച്. കോഫിയിലാണ് ആകെ ഓടണേ. നീന്തലിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ശരിക്കും തല ഇറങ്ങിയാണ്. തലവേദന എടുക്കാൻ തുടങ്ങി, തല ഇറങ്ങാൻ തുടങ്ങി. അത് കാരണം ഞാൻ പെട്ടെന്ന് കയറി. അത്ര നേരം ഇരുന്നില്ല വെള്ളത്തിൽ. തല ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ കയറി വെള്ളത്തിൽ നിന്ന്. നീന്തലായിരുന്നു ആകെ ഇന്ന് കുറച്ചും കൂടെ ഒരു സുഖം, ഒരു ഫണ്ണായിട്ടുണ്ടായിരുന്ന നീന്തലായിരുന്നു. എൻ്റെ കൂട്ടുകാരനും കൂടെ വന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അത്ര കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. അതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നീന്താൻ പോയപ്പോൾ ഇപ്പോൾ ഈ ഫോൺ പൊക്കി പിടിക്കാൻ തന്നെ കൈയൊക്കെ വേദന എടുക്കണം എനിക്ക്. ഇത് പൊക്കി പിടിക്കാൻ തന്നെ നല്ല പാടാണ്. ഇപ്പം നീന്തണതിൻ്റെ ടൈം ലാപ്സ് എന്ന് എടുത്തിട്ടുണ്ട്. നീന്തലായിട്ട് അത് കണക്കാക്കുമെന്ന് അറിയാൻ പറ്റില്ല. കുറച്ചൊക്കെ നീന്തി, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴഞ്ഞ് നടന്ന് ടൈം ലാപ്സിൽ കോമഡി ആയിരിക്കും. നമുക്ക് എന്താവും നോക്കാം. വീട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്ന് ചിലപ്പോൾ ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് അടുത്ത 5 കിലോമീറ്റർ ഓടാൻ പോകും. ഓക്കെ ഗൈസ്, ഇന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് വർക്കൗട്ടിന് വേണ്ടി ഞാൻ പാർക്കിൽ വന്നേക്കും. ഇത് ഇന്നത്തെ 5ാമത്തെ വർക്കൗട്ടാണ്. കംപ്ലീറ്റ്ലി മടുത്ത്, ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡായി. എനിക്ക് ഓടാൻ ഒട്ടും തോന്നുന്നില്ല. എൻ്റെ കാലൊക്കെ ഫുൾ സോറായിട്ടിരിക്കുക. നല്ല വേദനയാണ് കാലിന്. ഇതെങ്ങനെ പുള്ളി 3 മാസം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വേറൊരു കാര്യം, ഇത് പുള്ളി എന്നും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ എത്ര പ്രാവശ്യം തുണി അലക്കണേ. കാരണം ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ പെയർ സോക്സാണ്, 3ാമത്തെ പെയർ ടീഷർട്ട്, 4 ഷോർട്ട്സ് ഒന്നും ഉപയോഗിച്ചു ഞാൻ ഇന്ന്. പുള്ളി എന്നും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ എത്ര പ്രാവശ്യം തുണി അലക്കണുണ്ടായിരിക്കും. തുടങ്ങിയപ്പോൾ ഇത്ര പാടായിരിക്കും എന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ ഇടയ്ക്ക് ഓടാനൊക്കെ പോകാറുള്ള, ഞാൻ ജിമ്മിലൊക്കെ പോകണതാണ്. കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ ഒട്ടും ഫുഡും കഴിക്കാണ്ട് കണ്ടിന്യൂസ്ലി എല്ലാ 2 മണിക്കൂറും വർക്കൗട്ട് ചെയ്യുവാണ്. പുള്ളിയെ സമ്മതിക്കണം കേട്ടോ, ഒന്നും പറയാനില്ല. എൻ്റെ അമ്മോ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് 50 കിലോ കുറയാണ്ടിരിക്കണേ? 50 കിലോയോ കുറഞ്ഞുള്ളൂ എന്നാണ് അത്ഭുതം. ഓൾറെഡി ഞാനൊക്കെ എൻ്റെ മേത്തുനിന്ന് തന്നെ കുറേ കിലോകൾ കുറഞ്ഞ പോലെ ഉണ്ട്. ഓക്കെ ഗായ്സ്, ഒരു 3.5-4 കിലോമീറ്റർ എന്തോ ആയി. 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പക്ഷേ എൻ്റെ എൻ്റെ കാലും മുട്ടും സമ്മതിക്കണില്ല കംപ്ലീറ്റ് ചെയ്യാൻ. ഞാനിപ്പം ലാസ്റ്റത്തെ 1 കിലോമീറ്റർ പയ്യെ നടന്ന് തീർക്കാമെന്ന് ഓർത്ത്. ഓടാൻ എന്തായാലും പറ്റത്തില്ല എനിക്കിനി, ഒട്ടും പറ്റത്തില്ല. അപ്പം പയ്യെ നടന്ന് സമയമെടുത്ത് തീർക്കാമെന്ന് ഓർത്ത്. റണ്ണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവസാനം കുറേ നടന്നാണ് തീർത്തത്. എൻ്റെ മുട്ടൊന്നും ഒട്ടും സമ്മതിക്കണില്ലായിരുന്നു. ഞാൻ കുറച്ചാൾ മുമ്പ് MMA ചെയ്യുമായിരുന്നു, മിക്സ് മാർഷൽ ആർട്സ്. അത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മുട്ടിന് ഇഞ്ചറി പറ്റിയായിരുന്നു. എൻ്റെ LCL പാർഷ്യലി ടോണാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പാടാണ് എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഓടിയപ്പോഴും മുട്ട് ഇൻഫ്ലെയിമായി വന്നായിരുന്നു. അത് കാരണം ഞാൻ അവസാനത്തെ ഭാഗം നടന്നാണ് തീർത്തത്. എനിക്ക് പുതിയൊരു പെർസ്പെക്റ്റീവ് കിട്ടിയ പോലെയാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇതിനിടയ്ക്ക് പുള്ളിക്ക് ജോലിയുണ്ട്. പുള്ളി ഫുൾ ടൈം വർക്ക് ചെയ്യണം ഇതിനിടയ്ക്ക്. അതും ചെയ്യും, പിന്നെ ഇതും ചെയ്യും. എന്നിട്ട് 10:30 മുമ്പ് കിടന്നുറങ്ങുകയും ചെയ്യും. എനിക്കറിയാൻ പറ്റില്ല എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ 3 മാസം ജീവിച്ചെന്ന്. 300 കിലോമീറ്ററിൻ്റെ എന്തോ റേസിൽ, 300 ആണോന്ന് അറിയാൻ പറ്റില്ല, കറക്റ്റ് നമ്പർ എവിടെയെങ്കിലും ഇടാം. 300 കിലോമീറ്റർ റേസിൻ്റെ സ്റ്റാർട്ട് ലൈനിൽ തുടക്കം പുള്ളിയുടെ കാലൊടിഞ്ഞിരിക്കുമായിരുന്നു. കാലൊടിഞ്ഞിട്ടാണ് പുള്ളി ആ റേസ് തുടങ്ങിയത്. റേസിന് ഇടയ്ക്ക് വെച്ച് സംഭവിച്ചല്ല, റേസിന് തീർന്നപ്പോൾ സംഭവിച്ചല്ല. സ്റ്റാർട്ട് ലൈനിൽ പുള്ളിയുടെ കാലൊടിഞ്ഞിരിക്കുമായിരുന്നു. പുള്ളി ടേപ്പ് വെച്ച് കെട്ടിയിട്ടാണ് ഓടി. എന്നിട്ട് എൻ്റെ ലൈഫിൽ വലിയൊരു ഇൻസ്പിറേഷനാണ് ഡേവിഡ് ഗോഗിൻസ്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയെക്കുറിച്ച് കേൾക്കുന്നത് ജോ റോഗൻ്റെ പോഡ്കാസ്റ്റിലാണ്. They see me now as the guy that with his shirt off who can do 4,030 pull-ups in 17 hours, who can run 205 miles in 39 hours, who can do all this crazy shit. But what they don't understand is they don't understand the journey that it took me to get to this point. 11th എന്തോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആ പോഡ്കാസ്റ്റ് കേൾക്കണേ.
അന്ന് മുതൽ ഞാൻ എപ്പോഴും പുള്ളിയെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് വിശക്കുവാണല്ലോ, ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഞാൻ. എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടോ നീ? എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നീ? സത്യം പറ, സത്യം പറ. ടൈം 10:16 കാണാണ്ടോ? 10:16 ഇപ്പൊ എത്ര മണിക്കൂറായി തുടങ്ങിയിട്ട്? ഇത് എത്രാമത്തെ വർക്കൗട്ടാ? എൻ്റെ 6ാമത്തെ വർക്കൗട്ടാണ് ഇന്നത്തെ. ആവറേജ് ഒരു വർക്കൗട്ടിൽ ഞാൻ 1000 കാലറി വെച്ച് ബേൺ ചെയ്തു. ഇന്ന് 6000 കാലറി ബേൺ. ഫുഡ് കഴിച്ചിട്ടുണ്ടാ? ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഒരു ഫുഡും കഴിച്ചിട്ടില്ല. ഞാൻ 2 കോഫി കുടിച്ചിട്ടുണ്ട്, അതല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അതെന്റെ കണ്ണിൽ കാണാൻ ഗൈസ്. ഇപ്പൊ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം 1 മണിക്കൂറും കൂടെ സൈക്കിളിലുണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ തീർന്നു. എന്തെങ്കിലും ഇവിടുന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ പോകുള്ളൂ. വലിയ ഫീസ്റ്റ് ആയിരിക്കും, വലിയ ഫീസ്റ്റ്. സ്റ്റോക്കായി കാണണ്ട ഗൈസ്, വയർ നോക്കല്ലേ കേട്ടോ ഗൈസ്. വർക്കൗട്ട് തുടങ്ങുമ്പോൾ 10:26 കേട്ടോ. ഇപ്പോൾ പ്രൂഫ് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു. 10:26 11:26 വരെ. അപ്പോൾ അതെ, ഞാൻ വെറുതെ കമ്പനിക്ക് വന്നാട്ടോ, എനിക്ക് വലിയൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. മോറൽ സപ്പോർട്ടിന് വേണ്ടി വന്ന എൻ്റെ കൂടെ. പുള്ളി ഇതെല്ലാം ചെയ്തിട്ട് 10:30 മുമ്പ് കിടന്നുറങ്ങുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം 3:30 എണീക്കും. 3 മാസം ഈ സെയിം റൂട്ടീൻ എന്നും ചെയ്ത്. 3 മാസം. അടിപൊളി അടിപൊളി. താങ്ക് യു ആദിത്യ, ഇമോഷണൽ സപ്പോർട്ടിന് വന്നതിന് വേണ്ടി. കഴിഞ്ഞൊക്കെ നമ്മുടെ എന്താ 24 hour ലൈക്ക് ഡേവിഡ് ഗോഗിൻസ് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞു മടുത്തിരുന്ന കാരണം ഔട്ട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പം ഇതാണ് ഞാൻ അവസാനം കഴിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ബൈ. ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ.